നാടിൻ്റെ നാവ് നേരും. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. നമ്മുടെ ഫയർഫോഴ്സുകാർ ചില സമയത്ത് അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ അവരുടെ ജോലിയാണ് എങ്കിൽ പോലും ജോലിക്ക് അപ്പുറമായി ഒരു മനുഷ്യസ്നേഹം അവരിലുണ്ട്. അവരുടെ ത്യാഗത്തിന് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം. നാട്ടുവട്ടം വാർത്തകളിലേക്ക്. വീട്ടമ്മയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കാണാതായ വീട്ടമ്മയെ കാടുമൂടിക്കിടന്ന കിണറ്റിൽ നിന്നും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പെരുമ്പുഴ മുണ്ടയ്ക്കൽ ജിതിൻ ഭവനിൽ സുഷമ 60-നെയാണ് കുണ്ട്ര അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജുബിൻ ജോൺസൺ കാട് മൂടിക്കിടന്നതും വായുസഞ്ചാരം കുറഞ്ഞതുമായ തൊടികൾ ഇടിഞ്ഞതും ഉപയോഗശൂന്യമായി കിണറ്റിലിറങ്ങി നെറ്റിന്റെയും റോപ്പിന്റെയും സഹായത്താൽ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. സുഷമയെ തിങ്കളാഴ്ച വൈകിട്ടോടെ കാണാതാവുകയായിരുന്നു. കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് സ്റ്റേഷൻ ഓഫീസർ സക്കറിയ അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ്, വിവേക്, സാബു തോമസ്, സനോജ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏകദേശം 30 അടി താഴ്ചയും 5 അടി വെള്ളവുമുള്ള കിണറ്റിൽ വീണ് ഇവർ അബോധാവസ്ഥയിലായിരുന്നു. മോൻ എവിടെ കാവ്യെ കണ്ടില്ലല്ലോ? അവനെ അപ്പുറത്തെ തുഷാര ചേച്ചിയുടെ വീട്ടിൽ മൊട്ടയ്ക്ക് പറഞ്ഞു വിട്ടേക്കുവാ. 3-ലല്ലേ അവൻ പഠിക്കുന്നേ? കേള രജനിയുടെ മോനെ അവരേതോ ഒരു വലിയ സ്കൂളിൽ ചേർത്ത്. നീ അറിഞ്ഞായിരുന്നു? അത് നമ്മുടെ കണ്ണപ്പനെ അവിടെ ആക്കാതായിരുന്നു. ഇല്ലേ ചേച്ചി, അവനെ നമ്മളെ അതാ വന്നല്ലോ. ഇതാ മുട്ട. തുഷാരേന്റി 50 rupees ബാലൻസ് തന്നു. പിന്നെ ഇതാ ചോക്ലേറ്റ്സും വാങ്ങി 8 rupees. ബാലൻസ് 42 rupees. കൊള്ളാമല്ലോ കണ്ണപ്പ, കണക്കൊക്കെ ശരിയാണല്ലോ. നീ വന്നോ? ഇതാ ചോക്ലേറ്റ്. ഇവൻ ഏത് സ്കൂളിലാ കാവ്യ പഠിക്കുന്നേ? കൊള്ളാമല്ലോ. മോനെ സെന്റ് കുര്യാക്കോസ് LPS സ്കൂളിലാ പഠിക്കുന്നേ. അവിടെ പാഠപുസ്തകം മാത്രമല്ല, ജീവിതവും പഠിപ്പിക്കുന്നുണ്ട്. മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് LPS പള്ളിമുക്ക് കുണ്ടറ. സബ് ജില്ലാ കലോത്സവത്തിൽ 2nd ഓവറാൾ. പ്ലേ സ്കൂൾ ഓപ്പൺ. ചിട്ടയായ അസംബ്ലി. 1 മണി വാർത്ത. സിമ്പിൾ എക്സ്പെരിമെന്റ്സ്. സ്മാർട്ട് ക്ലാസ് റൂംസ്, IT ലാബ്, എക്സലന്റ് LSS ട്രെയിനിങ്, സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ, പരിശീലനം ലഭിച്ച അധ്യാപകർ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് LPSൽ സ്വന്തം. കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ. പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ ഇന്ന് തന്നെ സെന്റ് കുര്യാക്കോസ് LP സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ. കുണ്ടറയിൽ കഴിഞ്ഞ 1 വർഷമായി എല്ലാ മാസവും ഒരു സിനിമ എന്ന നിലയിൽ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ LT ധർമ്മയുടെ സിനിമകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരായിട്ടുള്ള ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുന്ന ഒരു സിനിമയാണ് ലൈല ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ സിനിമ തിരികെ. നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ യുവത്വത്തെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു സന്ദേശത്തെ, ജാഗ്രതയെ, അവബോധത്തെ, നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഒക്കെ പ്രമേയമാക്കിയിരിക്കുന്ന ഈ സിനിമ ഈ സമയത്ത് തന്നെ പുറത്തു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ധർമ്മയ്ക്കും ലൈല ക്രിയേഷൻസിനും ആശംസകൾ നേരുന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ലോഗോസ് വാർഷികം നടന്നു. കുരിപ്പള്ളി ലോഗോസ് അക്കാദമി 32ാം വാർഷിക ആഘോഷം നടന്നു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ നടൻ സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ്, ഇളമ്പള്ളൂർ SM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ B അനിൽകുമാർ, മഹാരാജാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ Dr. T സക്കറിയ, പഞ്ചായത്ത് അംഗങ്ങളായ ജലജ ഗോപൻ, K മിനി,
ആമിന ഷെരീഫ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ സ്വാഗതവും ഖൈസ് നന്ദിയും പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ ഗോപുരം പോലെ നോട്ടർദാമിലെ കാസർഗോഡിയെ പോലെ കൂടിയൊരു കാലഘട്ടത്തിൽ നന്മയും തിന്മയും തമ്മിൽ പോരാടുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയെങ്കിലും ആഗ്രഹിച്ചാലേ അങ്ങനെ ആവുള്ളൂ. കുന്നോളം ആഗ്രഹിക്കണം, എന്നാലേ കൊതിക്കുരുവോളം കൈ കിട്ടുകയും. നമ്മുടെ മക്കൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. 10 വർഷം കഴിയുമ്പോൾ മാതാപിതാക്കൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും കേരളം. എല്ലാ മക്കളും UK യിലും കാനഡയിലും ഒക്കെ പോയവരെ കാത്തിരിക്കുന്ന ഒരു ദയനീയ രംഗമുണ്ടാകുന്നുണ്ട്. കാര്യം നമ്മുടെ മക്കൾ ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല സ്ഥലമാണ് അതെന്ന് പറയുന്ന തരത്തിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ നാട് വിട്ട് പോകാത്തത് എന്നോട് ഞാൻ എഴുതി വെച്ച മലയാളം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്കോടെ പാസ്സായി, 3 ഡിഗ്രിക്ക് ചേർന്ന് മഹാരാജാസ് കോളേജിൽ ഞാൻ BA മലയാളത്തിന് വേണ്ടി പഠിച്ചു. അതുവരെ സംസ്കൃതം പഠിച്ചു. അങ്ങനെ പഠിച്ച് അവിടെ നിന്ന് മുന്നോട്ട് യാത്ര ചെയ്ത് എൻ്റെ ആഗ്രഹം ഒരു അധ്യാപകനാകണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉള്ളിൽ ഒരു വലിയ കലാകാരൻ മതിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പഠിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആഗ്രഹം ഒരിക്കലും തീരില്ല എന്ന് കണ്ടിട്ട് 10 കൊല്ലം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടാൽ ഉക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ കുട്ടികളെ പഠിപ്പിച്ച ഒരുത്തനാണ്. ആ കുട്ടികളിൽ നിന്ന് നല്ല വിദ്യാർത്ഥികളാണ്, അധ്യാപകരാണ്, നല്ല മിടുക്കന്മാരാണ്. നിയമങ്ങൾ, നിർവചനങ്ങൾ, സൂത്രവാക്യങ്ങൾ കാണാപ്പാഠം പഠിച്ചേ തീരും. നിയമങ്ങൾ, നിർവചനങ്ങൾ, സൂത്രവാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കണം. മറ്റുള്ളതെല്ലാം എൻ്റെ ഭാവനയാണ്. ശരിക്കും എൻ്റെ നാട് വിടാൻ തോന്നാത്തത്, ലോകമുള്ള മുഴുവൻ നാടും സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായത് ഞാൻ അധ്യാപകനായിരുന്നെങ്കിൽ എവിടെയെങ്കിലും റിട്ടയർമെന്റിന് എൻ്റെ വയസ്സ് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ദിവസം, നാട്ടുകാരെ കൂട്ടേണ്ട ദിവസം, റിട്ടയർമെന്റ് നടത്തേണ്ട വയസ്സും ഒന്ന് ആലോചിക്കണം. ഇപ്പം എന്നോട് ആരും ചോദിക്കില്ല എത്ര വയസ്സായി. മറിച്ച് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എൻ്റെ റിട്ടയർമെന്റിലൂടെ അവരറിയും എൻ്റെ പ്രായം ഉണ്ടാകും. ഇല്ലേ? കലാകാരൻ റിട്ടയർമെന്റ് ഇല്ല. കലാകാരൻ ഞാനും ഈ സലീമൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? സലീമിക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, കലാരംഗത്തിലേക്ക്, സിനിമയിലേക്ക് അവൻ കയറി. ഒരു ഏറ്റവും ഒരിറക്കവും. ശ്രദ്ധിച്ചിട്ടുണ്ട്? ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെന്നേ പറയുള്ളൂ. സിനിമയിൽ അഭിനയിക്കാൻ കയറി അവൻ സിനിമയിലേക്ക് കയറിയണം എന്നേ പറയുള്ളൂ. അവർക്ക് ഏറ്റവും ഇറക്കവും. അതാണ് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും നമ്മൾ എത്ര കാലം മുന്നോട്ട് പോയാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അധ്യാപകരാകണമെന്ന് പറഞ്ഞത്, ഏത് ഔദ്യോഗിക പദവി നമ്മൾ അലങ്കരിച്ചാലും റിട്ടയർഡ് ആയാൽ പിറ്റേ ദിവസം അധികാരം പോയാൽ അറിയാമെന്ന് വിളിക്കുന്ന ഒരു ലോകമാണ്, അറിയാം ബ്രോ എന്ന് വിളിക്കുന്ന ഒരു ലോകമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അധ്യാപകരെ എൻ്റെ മാഷ് വരുന്നതാ, എൻ്റെ ടീച്ചർ വരുന്നതാ എന്നുള്ള ഒരു സ്നേഹവും ബഹുമാനവും കിട്ടുന്നതാണ് അധ്യാപക ജീവിതം. കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് ജീവിതത്തിൽ കഴിയും. അതിനേക്കാളുപരി നമുക്ക് ഇഷ്ടം തോന്നുന്നത് ഈ ഇരിക്കുന്ന മക്കൾ. വിദ്യാഭ്യാസത്തിൻ്റെ അവാർഡുകളൊന്നും എൻ്റെ വീട്ടിലില്ല. മറ്റ് അവാർഡുകളൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലും പടുവത്തിക്ക് വരികയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കാണാം. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവാർഡ് ചോദിച്ചിട്ട് പോലും ടീച്ചർ തന്നില്ല, റെക്കമെൻഡ് ചെയ്തിട്ട് പോലും തന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അവാർഡുകൾ കൈപ്പറ്റുന്നവരോട് എനിക്ക് അസൂയാണ്. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപഹാരം. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1, 9, 8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. കിഴക്കേക്കല്ല ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബൊക്കാഷി ബക്കറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ റാണി സുരേഷ്, A. സുനിൽകുമാർ, ശ്രുതി, പഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ, ശ്രീരാഗ് മഠത്തിൽ, മായാദേവി, അമ്പിളി ശങ്കർ, സജിലാൽ, RG രതീഷ്, പ്രദീപ് കുമാർ, VO അൽ സുമയ്യ, വിനീത, ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ.
ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കരിക്കുഴി കർമ്മലഗിരി സെമിത്തേരി വനം റോഡ് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പേരയം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ കരിക്കുഴി കർമ്മലഗിരി സെമിത്തേരി വനം റോഡിന്റെ ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ B സ്റ്റഫോർഡ്, N ഷേർലി, ഗ്രാമപഞ്ചായത്ത് അംഗം Y ചെറുപുഷ്പം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ J സുനിൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളായി തകർന്നിടക്കുന്ന റോഡ് നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ച PC വിഷ്ണുനാഥ് MLAയോടുള്ള നന്ദി സൂചകമായി റോഡിന് MLA റോഡ് എന്ന് പുനർനാമകരണം ചെയ്തതായും പേരുമാറ്റം ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുമെന്നും പ്രസിഡന്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 17 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ തിരികെ വരെയുള്ള സിനിമ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ആ സിനിമകളെല്ലാം ഒന്ന് കാണുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇന്ന് തന്നെ സിനിമകൾ ഒന്നെങ്കിലും കാണും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവിട്ടുന്ന ടീമിന്റെ സ്നേഹം, ആദരം.